good morning. Welcome back to my channel. നല്ല മഴയൊക്കെ പെയ്തു തുടങ്ങിയല്ലേ. അപ്പം റോസ് ലവേഴ്സ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സീസണാണ് കേട്ടോ ഇത്. റെയിനി സീസണിൽ മഴ മാത്രമല്ല പ്രശ്നം, ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ പുഴുക്കളുടെ ശല്യം, അതുപോലെ തന്നെ ഫംഗൽ ഇഷ്യൂസ് എല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് കേട്ടോ സ്പ്രെഡ് ആകുന്നത്. അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ റോസിനെ കുറിച്ച് എക്സ്ട്രാ കെയർ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ എൻ്റെ ഗാർഡനിൽ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്തെന്നാൽ, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു പുഴു വന്നിട്ട് ഞാൻ ആ റോസിൻ്റെ അടുത്ത് എത്തുന്നതിന് മുമ്പേ വന്ന് അതിനെ തിന്ന് തീർത്ത കാര്യം അല്ലേ. അപ്പം അത് തിന്ന് തീർക്കാൻ മാത്രമല്ല, ഒരു സൂപ്പർ ഫാമിലിയെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ അവിടുന്ന് പോയത്. എന്ന് പറഞ്ഞാൽ ഇലകൾ തിന്നുന്ന പുഴുക്കളുടെ അറ്റാക്ക് വളരെ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഞാൻ പ്ലെത്തോറ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസെക്ടിസൈഡ് ആണ് കേട്ടോ യൂസ് ചെയ്തത്. അപ്പം അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സിസ്റ്റമിക് ഇൻസെക്ടിസൈഡ് ആണ്. സാധാരണ പുഴുക്കളെ എല്ലാം അത് കൊന്നു നശിപ്പിക്കും കേട്ടോ. അപ്പം അതിൻ്റെ കൂടെ ഞാൻ നല്ലൊരു പ്ലാന്റ് സ്റ്റിമുലൻറ്റും കൂടി ആഡ് ചെയ്തിട്ടാണ് കേട്ടോ സ്പ്രേ ചെയ്തത്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1 വീക്ക് ആയപ്പോൾ തന്നെ ഉണ്ടല്ലോ നല്ല റിസൾട്ട് കാണാൻ തുടങ്ങിയ പുഴുക്കളുടെ ശല്യം നല്ല രീതിയിൽ തന്നെ കുറയുകയും ചെയ്തു. അതിൽ സന്തോഷം നൽകിയൊരു കാര്യം എന്ന് വെച്ചാൽ റോസിൽ ഹെൽത്തിയായ പുതിയ തളിരുകളും ഷൂട്ട്സും ഒക്കെ വളരെ വേഗം വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മഴക്കാലത്ത് പെസ്റ്റ് അറ്റാക്ക് വളരെ കുറവായിരിക്കാം, പക്ഷേ ഇൻസെക്ട്സും അതുപോലെ തന്നെ ഫംഗസിൻ്റെ ഇഷ്യൂസും വളരെ അധികമായിരിക്കും കേട്ടോ. അപ്പം ഇത് മാത്രം നമ്മൾ കൺട്രോൾ ചെയ്താൽ പോരാ, കൂടെ പ്ലാന്റ്സിനെ ഒന്ന് സ്ട്രോങ് ആക്കുകയും കൂടി വേണം. ഒരു കാര്യം എപ്പോഴും ഓർക്കണം കേട്ടോ, കെമിക്കൽസ് മാത്രം ഒരു റോസിനെ മനോഹരമാക്കില്ല, നമ്മൾ കൊടുക്കുന്ന കെയറിനാണ് ഏറ്റവും വലിയ പവർ. ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം വീണ്ടും പറയാവേ. റോസ് പ്ലാന്റ്സ് ആർ ദ പ്ലാന്റ്സ് ദാറ്റ് ക്രേവ് ഹ്യൂമൻ പ്രസൻസ് ദ മോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾ നമ്മുടെ സാമീപ്യം ആഗ്രഹിക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഒരു റോസ് പ്ലാന്റും. ഇടയ്ക്കിടെ അതിൻ്റെ അടുത്ത് പോയി അതിൻ്റെ ഇലകളൊക്കെ ഒന്ന് ടച്ച് ചെയ്ത്, ഉണങ്ങിയ ഭാഗങ്ങളൊക്കെ റിമൂവ് ചെയ്ത്, പൂക്കളെ ഒന്ന് തൊട്ട് അതിൻ്റെ ഫ്രാഗ്രൻസ് ഒന്ന് എൻജോയ് ചെയ്ത് ചെടിയുടെ കൂടെ കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണം കേട്ടോ. ബട്ട് ആവശ്യമില്ലാതെ അതിൽ നിന്ന് ഒരു പൂ പോലും പറിക്കരുത് കേട്ടോ. എന്നാൽ ശരിയായ സമയത്ത് അതൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുകയും കൂടിയാണെങ്കിലുണ്ടല്ലോ ശക്തിയോടെ വളരാനും കൂടുതൽ മനോഹരമായി പൂക്കാനും അതിന് സാധിക്കുവേ. അതുകൊണ്ട് മഴക്കാല റോസിനൊരു ചലഞ്ച് ആണെങ്കിലും അതേസമയം ഒരു പുതിയ തുടക്കത്തിൻ്റെ സീസൺ കൂടിയാണ് കേട്ടോ. ശരിയായ പ്രൊട്ടക്ഷൻ, ബാലൻസ്ഡ് ന്യൂട്രീഷൻ, കുറച്ച് പ്ലാന്റ് കെയർ, പിന്നെ ഒരുപാട് സ്നേഹം, ഇത്രേ കൊടുക്കേണ്ടു. ഒരിക്കലും നമ്മുടെ റോസ് നമ്മളെ നിരാശപ്പെടുത്തുകയേയില്ല. പ്ലെത്തോറ 1 ml for 1 liter എന്നുള്ള രീതിയിലും പ്ലാന്റ് സ്റ്റിമുലൻറ്റ് ഞാൻ എടുത്തിരിക്കുന്നത് 0.5 ml per liter എന്നുള്ള രീതിയിലുമാണ്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. മഴ നന്നായിട്ടൊന്ന് കുറഞ്ഞിരിക്കുന്ന സമയത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. മിനിമം 3 to 4 hours ചെടിയിൽ ഈ മരുന്ന് നിൽക്കണം കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപേണ അറിയിക്കുകയും വേണം. അപ്പം ഇന്നത്തെ റോസ് വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. പുതിയ റോസ് വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.